ഹലോ, കുറച്ചധികം നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ചെയ്യാം എന്ന് പറഞ്ഞിപ്പോൾ മാസങ്ങളോളമായി ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടും വീഡിയോസൊക്കെ ഇട്ടിട്ട്. വേറൊന്നുമല്ല, എന്നെക്കൊണ്ട് മാത്രം ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത വിധം കുറച്ചധികം തിരക്കിലും ഓട്ടത്തിലും ഒക്കെ ആയിരുന്നു. ഇപ്പോഴും പൂർണ്ണമായിട്ട് അതിൽ നിന്ന് വിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇനിയും ഞാൻ ലാഗ് ആക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങളൊക്കെ എന്നെ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എനിക്ക് കുറച്ച് പേരോട് ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ടേ. ആകെ മൊത്തം വിരളിൽ എണ്ണാവുന്ന വീഡിയോസ് മാത്രം കണ്ട് ഇത്രയും സ്നേഹവും സപ്പോർട്ടും തന്നതിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഈ ഒരു ഗ്യാപ്പിനുള്ളിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത പലരും എന്നെ അന്വേഷിച്ചു. അപ്പോൾ എന്നെ അത് കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആക്കി. ഈ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് സ്നേഹം മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചയിലേക്ക് പോവാം. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ റെഡിയായിട്ട് ഒരു യാത്ര പോവുകയാണേ. ഇവിടുത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് കരുതി എടുത്തിട്ടുള്ളതാണ്. റെഡിയായ ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ടാക്സി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തത് മത്രയ്ക്കാണേ. ഇത് പ്രാചീന കാലം മുതലേ മസ്കറ്റിൻ്റെ ഒരു ഹാർട്ട് എന്നാണ് മത്രയെ വിശേഷിപ്പിക്കുന്നത്. ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. നിലവിലിപ്പോൾ മത്ര സൂക്ക്, മത്ര ഫോർട്ട്, ഫിഷ് മാർക്കറ്റ്, മത്ര കോർണിഷ്, പിന്നെ പാർക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിലും കൂടുതലായിട്ട് പല കാര്യങ്ങളും ഉണ്ടാകും. പക്ഷെ അതിനെക്കുറിച്ചൊന്നും വലിയ നോളജൊന്നും എനിക്കില്ല. അപ്പോൾ നമ്മളിന്ന് മത്ര സൂക്കിനാണ് ഫോക്കസ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇതിന് മുന്നേ ഒരു 1-2 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും വരണമെന്ന് തോന്നി. ഈ സൂക്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ അറബ് വേൾഡിൽ തന്നെ ഇപ്പോൾ നിലവിലുള്ള ഒരേ ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് പ്ലേസ് എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരമുണ്ട് ഇവിടെ എത്താനായിട്ട്. ഒരുപാട് വർഷങ്ങൾ കാലപ്പഴക്കമുള്ള പുരാവസ്തുക്കളും ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റും സിൽവർ ഐറ്റംസും സുഗന്ധദ്രവ്യങ്ങളും പിന്നെ സ്പൈസസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സെയിൽ ചെയ്യുന്ന ഒരു മാർക്കറ്റ് പ്ലേസാണ്. നമുക്കിതൊരു മിനി മ്യൂസിയം എന്നൊക്കെ വേണമെങ്കിലും പറയാം. ഈ സൂക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഷോപ്പുകൾ തുടങ്ങും. പിന്നെ അകത്തോട്ട് ഉള്ളിലോട്ട് ഒത്തിരി ഷോപ്പുകളാണ്. ആദ്യം കാണുന്ന ഈ കടയിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ട്രഡീഷണൽ ആയിട്ടുള്ള ആൻറ്റിക് സാധനങ്ങളാണ്. പിന്നെ ഊതും പെർഫ്യൂംസ് ഒക്കെ. പിന്നെ എല്ലാത്തിനും നല്ല വില പറയും അവർ. കൂടുതലും ടൂറിസ്റ്റുകാരൊക്കെ വരുന്നതുകൊണ്ട് നല്ല വില പറയും എല്ലാത്തിനും. പക്ഷെ ചിലതൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്യാം. ഈ ഷോപ്പിൻ്റെ വെളിയിൽ തന്നെ ഒരു വുഡിലെ സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മിക്ക സാധനങ്ങൾക്കും നല്ല ആഡംബരത്തോടെയാണ് അവർ ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്, അത്യാവശ്യം വെയിറ്റും ഉണ്ട് എല്ലാത്തിനും. പിന്നെ ഇവിടുത്തെ പിക്ചേഴ്സൊക്കെ ഉള്ള മാഗ്നറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഒമാൻ്റെ ഫ്ലാഗും എംബ്ലമൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് കേട്ടോ. ഒരുപാട് ഡെക്കർ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഡ്രസ്സിൻ്റെ ഒക്കെ കളക്ഷനും വരുന്നുണ്ട്. പിന്നെ ഇതൊരു വെറൈറ്റി പീസാണ് കേട്ടോ. ശരിക്കും ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ കൂടുതലും ഷോ പീസസുകളാണ്. ചിലതൊക്കെ നല്ല പഴക്കമുള്ള ആൻറ്റിക്കായിട്ടുള്ള ടൈപ്സ് അങ്ങനെയൊക്കെയാണ്. പിന്നെ കണ്ടോ, അകത്തോട്ടൊക്കെ ഒത്തിരി കളക്ഷനുണ്ട്. ഇനി ഈ സൂക്കിനകത്തോട്ട് പോകുമ്പോൾ ഇതുപോലെ ഒത്തിരി ഷോപ്പുകളാണ്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കടകൾ കാണും. പിന്നെ ഇന്ന് നമ്മൾ ഇറങ്ങിയ ദിവസം വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു മഴക്കോളായിട്ടൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഇതിനു മുന്നേ വന്നൊരു ചൂടുള്ളൊരു സമയത്താണ്. അന്ന് ചൂട് കൊണ്ട് ഒന്നും സമാധാനമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാള് പോലെ അല്ലല്ലോ, ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ചൂട് ക്ലൈമറ്റിൽ നമുക്ക് ഒട്ടും പറ്റില്ല. അടുത്തും അതുപോലൊരു ഷോപ്പാണ്. അത്രയും വലുതല്ലെങ്കിലും ഒരുവിധം സാധനങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പാണ്. ഇവിടെയും സെയിം ഐറ്റംസൊക്കെയാണ്. ചെറിയ ഡെക്കർ ഐറ്റംസ്, പിന്നെ കീ ചെയിൻസ്, ബ്രേസ്ലെറ്റ്, ഇവിടുത്തെ ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന തലപ്പാവ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടുത്തെ എല്ലാ ഷോപ്പുകളിലും ഇതുപോലുള്ള സെയിം സാധനങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അവർ വെറൈറ്റി ഡിസൈൻസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഉള്ളിലോട്ട് ഇനി ഒരുപാട് കടകൾ കാണാനുള്ളത് കൊണ്ട് അധികം നേരം നമ്മൾ അവിടെ നിൽക്കുന്നില്ല. എല്ലാം ഇങ്ങനെ കണ്ട് പോവുകയാണ്. പിന്നെ 1-2 സാധനങ്ങളൊക്കെ നോക്കാനുണ്ട്. അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങുവാണെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും. വെറുതെ ഇങ്ങനെ കയറി നോക്കി സമയം കളയണ്ടല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് പോവുകയാണ്. പിന്നെ എൻ്റെ ഈ സൗണ്ടിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ ആവേശത്തോടെ തുടങ്ങിയെങ്കിലും തിരക്ക് കാരണം പാർട്ടായിട്ടാണ് ഈ നോയ്സ് ഓവർ കൊടുക്കുന്നത്. നെക്സ്റ്റ് ചെയ്യാനായിട്ട് എടുത്തപ്പോൾ തുടങ്ങിയതാണ് ഈ പ്രശ്നം, ജലദോഷവും സൗണ്ടിൻ്റെ മാറ്റമൊക്കെ. ഇതൊന്നും മാറട്ടെ എന്ന് കരുതിയപ്പോൾ ഓണം ആയാലും ഇത് മാറുന്ന ലക്ഷണമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് കരുതി. കുറച്ചുകൂടെ നടന്നപ്പോൾ ഒരു ഊതിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് കണ്ടു. സുഗന്ധദ്രവ്യങ്ങൾ മാത്രമായിട്ടുള്ളൊരു ഷോപ്പാണ്. ഒന്ന് കയറി നോക്കാമെന്ന് കരുതി. റേറ്റൊക്കെ അറിയാമല്ലോ, വേറെ ആൾക്കാരിൽ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ചെറിയ കല്ല് പോലെ കാണുന്നതാണ് ഊത്. പല നിറത്തിലും മണത്തിലും ഒക്കെ ഉണ്ട്. കൂടുതലും നമ്മൾ വീടുകളിലൊക്കെ പുകയ്ക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേകതരം മണമാണിതിന്. കുറേ സമയം ഇതിൻ്റെ സ്മെല്ല് ലാസ്റ്റ് ചെയ്യും. ഇവിടെ ഇപ്പോൾ പല കളറിലൊക്കെ ഉണ്ട്. ഓരോരോ ഫ്ലേവറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല വില പറയുന്നുണ്ട് അയാൾ കേട്ടോ. അകത്തോട്ട് ഇതിൻ്റെ മാത്രം ഷോപ്പുള്ളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങാമെന്ന് കരുതി പോവുകയാണ്. നാളെ കിട്ടില്ല. പിന്നെ ഉണ്ടല്ലോ, ഇവിടെ ചില കടകളിലൊക്കെ കച്ചവടക്കാർ മലയാളികളാണ് കേട്ടോ. എവിടെ തിരഞ്ഞാലും മലകളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതുപോലെയാണ്. ഇവിടെ എവിടെ പോയാലും ഒരു മലയാളിയെങ്കിലും കാണും.
അവരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഒരുപാട് വർഷങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ ജോലി ചെയ്യുന്നവരാണ് ഇവരൊക്കെ. ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ മലയാളികളായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതായിരിക്കും. മിക്ക ഷോപ്പുകളിലും നല്ല ഭംഗിയുള്ള വില കൂടിയ ഷോ പീസസുകളാണ് കേട്ടോ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല സ്റ്റോണൊക്കെ വെച്ച് മെറ്റലിലും വുഡിലും ഒക്കെ ഉള്ള സാധനങ്ങളാണ്. ഓരോ ഷോപ്പിനും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് കാണും. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഡെക്കർ ഐറ്റംസ് ആണ് കേട്ടോ എല്ലാം. ഇതൊക്കെ മെറ്റൽ വെച്ചിട്ടുണ്ടാക്കിയ ഷോ പീസുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പുകളാണ്. അതിനടുത്തടുത്തായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. മുന്നോട്ട് പോകുന്നിടത്തൊരു ഷോപ്പിൽ നിറയെ തടിയിലുള്ള കുറച്ച് ഷോ പീസുകളാണ് കേട്ടോ. ഒത്തിരി ആനിമൽസിൻ്റെയും അല്ലാതെയായിട്ടുള്ള ഒത്തിരി കളക്ഷനുണ്ട്. നല്ല പെർഫെക്ഷനിലാണ് കേട്ടോ ഓരോന്നും ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ കുറച്ചധികം ആൻറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും ആൻറ്റിക് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കിട്ടുന്ന വേറെ ഒരു മാർക്കറ്റ് പ്ലേസും ഇവിടെ ഉണ്ടായിരിക്കില്ല. കാരണം അത്രയും ഹ്യൂജ് കളക്ഷനാണ് ഓരോരോ ഷോപ്പിലും ഉള്ളത് കേട്ടോ. മാത്രമല്ല ഈ ഡെക്കർ ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്കത് നേരിട്ട് കാണുമ്പോൾ മാത്രമേ അത്രയും ഭംഗിയെ അറിയാൻ പറ്റുള്ളൂ ഓരോന്നിൻ്റെയും. നല്ല രസമാണ് എല്ലാം കാണാൻ തന്നെ. പിന്നെ അങ്ങനെ നോക്കി നോക്കി വരുന്ന സമയത്താണ് ഒരിടത്ത് ഷൂ ചപ്പലൊക്കെ വച്ചിരിക്കുന്നതുണ്ട്. ഞാൻ കരുതി വില ബാർഗെയിൻ ചെയ്ത് 2 എണ്ണം വാങ്ങാമെന്ന്. അയാളുടെ വില പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ആ പൈസയ്ക്ക് നാട്ടിൽ പോയി സ്വർണ്ണം വാങ്ങാമെന്ന് കരുതി. ചുരുക്കി പറഞ്ഞാൽ കണ്ടിങ്ങനെ നടക്കാം അത്രേ പറ്റൂ എന്ന് തോന്നിപ്പോയി. അല്ലുവിനാണെങ്കിൽ പിന്നെ എന്താണ് വേണ്ടതെന്നൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കിട്ടണം, ആ ഒരു വെപ്രാളമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ഷോപ്പിൽ ഒരു ഒട്ടകത്തിൻ്റെയൊക്കെ ടോയ്സൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഇരിക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ. കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് വീട്ടിലൊരു ഒട്ടകം വേണമെന്ന്. ഒരു ഒട്ടകം മേടിക്കണമായിരുന്നു എനിക്ക് തന്നെ. എനിക്കൊരു ഒട്ടകം വേണമെന്നാകുന്നത് വീട്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. കണ്ടു നോക്കി വില പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിനൊരു സമാധാനമില്ല. ചിലപ്പോൾ അടുത്ത ഷോപ്പിലൊക്കെ ഇതിനെക്കാട്ടും വില കുറവാണെങ്കിലോ. അതല്ലെങ്കിൽ മലയാളികൾക്കൊരു പ്രത്യേക സ്വഭാവമാണ്. പിന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. പോകുന്ന വഴിയിലൊക്കെ മിക്കയിടത്തും സെയിം റേറ്റ് തന്നെയാണ്. സൈസ് അനുസരിച്ചിട്ട് വില ചെറുതായിട്ട് മാറും. ഇതിനിടയ്ക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാനുള്ള മാഗ്നറ്റും നോക്കുന്നുണ്ടായിരുന്നു. ചില കടയിലൊക്കെ അതിൻ്റെ പല പല വെറൈറ്റി പീസസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ സൂക്കിൻ്റെ ഒരു മിഡിൽ ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറച്ച് സ്പേസ് റൗണ്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ ബാഗിൻ്റെ ഒക്കെ ഷോപ്പുണ്ട്. നാച്ചുറൽ ബാമ്പു പോലുള്ള മെറ്റീരിയൽസൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഇവിടെ ആദ്യം കണ്ട ഒരു സിൽവറിൻ്റെ ഷോപ്പിലേക്ക് ആണ് പോയത്. നല്ല വെറൈറ്റിയിലുള്ള സ്ലിം ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും നല്ല നാച്ചുറൽ ലുക്കാണ്. പിന്നെ ഇവിടെയും പുറത്ത് കുറച്ച് ഡെക്കർ ഐറ്റംസൊക്കെ, ഒട്ടകത്തിൻ്റെ, ആമയുടെ അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ. ഇതല്ലാണ്ട് പിന്നെ കളർഫുള്ളായിട്ടുള്ള ലാമ്പുകളൊക്കെ ഉണ്ട്. അതായത് വീടുകളിലൊക്കെ ലൈറ്റായിട്ടൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് അങ്ങനത്തെ കുറച്ച് ലാമ്പുകൾ. എല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള ഗ്ലാസ് വർക്കിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അകത്തോട്ട് മുഴുവൻ നിറയെ സിൽവറിൻ്റെ അല്ലാതെ ആയിട്ടുള്ള കുറച്ച് ഓർണമെൻറ്റ്സുകളൊക്കെ ഉണ്ട്. അകത്തോട്ട് വീഡിയോ എടുക്കരുതെന്ന് ഓണർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല. ഇതൊരു വലിയൊരു മാർക്കറ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടത്തെയും പുറത്തെയും പല ആൾക്കാരും വന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതൊക്കെ വളരെ റിസ്ക്കാണ്. കൂടുതലും സ്ത്രീകളൊന്നും അവരുടെ ഫേസ് ഒന്നും കാണിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് ഇവിടെ. സോ ചിലർക്ക് ദേഷ്യം ഉണ്ടാവും. ഇതിനിടയിൽ ഒരു ലേഡി ഈ കാര്യത്തിലൊന്ന് ചൂടായി എടുത്ത അത്രയും പോർഷൻ അവർക്ക് ഡിലീറ്റ് ആക്കിയെന്ന് കാണിച്ചു കൊടുക്കേണ്ടിയും വന്നു. പിന്നെ ഇതായി ഒരു ബ്രേസ്ലെറ്റ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഭയങ്കര യുണീക്കായിട്ട് തോന്നി. അതിൽ ആ ബീഡിൻ്റെയൊക്കെ തിളക്കം നല്ല ഭംഗിയാണ്. പ്രത്യേക ഒരു ടൈപ്പ് ക്രിസ്റ്റൽ ബീഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞില്ലേ സിൽവർ ജ്വല്ലറി കളക്ഷൻസൊക്കെ ഉണ്ടെന്ന്. നല്ല നല്ല ഡിസൈനിലൊക്കെയാണ് കേട്ടോ. എല്ലാം നല്ല യുണീക്കായിട്ടുള്ള മോഡലും സ്റ്റോണ്, ഇനാമൽ പെയിൻറ്റ് ഒക്കെ കൊണ്ടുള്ള വെറൈറ്റിയാണ്. പിന്നെ ആ ബീഡിൻ്റെ ബ്രേസ്ലെറ്റ് തന്നെ 2 കളർ എടുത്തിട്ടുണ്ടായിരുന്നേ. കണ്ടപ്പോൾ അത് ഗൗരിക്ക് നല്ല ഭംഗിയായിരിക്കുമെന്ന് തോന്നി. പിന്നെ ഒരെണ്ണം എനിക്കും അങ്ങനെ 2 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഗൗരി വന്നിട്ട് എൻ്റെ ചേച്ചിയുടെ മോളാണ്. പിന്നെ ഇവിടെ തന്നെ സിൽവറിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട് കേട്ടോ. ഒരുപാട് ഭയങ്കര കാണുമ്പോൾ നമുക്ക് നല്ല യുണീക്കായിട്ടുള്ള നല്ല നല്ല ഡിസൈൻസിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല റേറ്റും വരുന്നുണ്ട്. കാരണം ഇത് ഒറിജിനൽ സിൽവർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പെർ ഗ്രാം റേറ്റ് അനുസരിച്ചായിരിക്കും. പിന്നെ അതിൻ്റെ മോഡലിന് ഉള്ള ഡിസൈൻ അനുസരിച്ചുള്ള റേറ്റും ഒക്കെ വരുന്നുണ്ടായിരിക്കും.
പിന്നെ ഇനി ഇവിടെ നിന്ന് പല വഴികളിലൂടെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. എല്ലാം വഴികളിലൂടെ ഇതുപോലെ കടകളാണ്. ഒരു ബാഗിൻ്റെ ഒക്കെ ഒരു കളക്ഷനുള്ളൊരു ഷോപ്പും ഉണ്ട്. എന്തോ ഒരു പന പോലുള്ളൊരു മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയതാണ് അയാൾ പറയുന്നത്. പക്ഷെ നല്ല ലക്ഷറി ലുക്കുണ്ട് കേട്ടോ എല്ലാത്തിനും കാണാനായിട്ട്. നല്ല വിലയും പറയുന്നുണ്ട്. ആ മസ്കറ്റ് എന്ന് എഴുതിയിരിക്കുന്ന കളർഫുള്ളായിട്ടുള്ള ആ ഇതിൻ്റെ കുഞ്ഞായിട്ട് വരില്ല ചേട്ടാ, കുഞ്ഞ്. ഇത്രയും വലിയ പീസസ് അല്ലാതെ ചെറുത് പൊടിച്ചെടുക്കാൻ പറ്റുമോ? അറിയാലോ, എല്ലാം ഒരു ഫ്ലേവറാണോ? സ്മെല്ല് എല്ലാം ഒന്ന് തന്നെ. നമ്മളിതിന് ചാർക്കോൾ ഇട്ടിട്ട് എൻ്റെ പിന്നെയും മുന്നോട്ട് പോകുന്തോറും കടകളുടെ എണ്ണത്തിനൊന്നും ഒരു കുറവില്ല കേട്ടോ. 2 വശത്തായിട്ട് അടുപ്പിച്ച് നിറയെ കടകളാണ്. പിന്നെ ഇതാ ഇവിടെ വലിയൊരു ഷോപ്പാണ്. വലിയ കാർപ്പറ്റുകളും അത്യാവശ്യം വലിപ്പമുള്ള ഡെക്കർ ഐറ്റംസും അങ്ങനെ ഒരു ഷോപ്പ്. ഇതുവരെ കൂടുതലും നമ്മൾ ഒട്ടകമൊക്കെയാണ് കണ്ടതെങ്കിലും ഇവിടെ കുറച്ച് ആനയുടെയൊക്കെ കളക്ഷൻസാണ് കേട്ടോ. കുറച്ച് വലിപ്പമുള്ള ഡെക്കർ ഐറ്റംസാണ് കൂടുതലിവിടെ ഇരിക്കുന്നത്. അല്ലു വന്നിട്ട് ഇതൊക്കെ ഒന്ന് നോക്കി തടവിയൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ കുറച്ചുകൂടെ നടന്നപ്പോൾ ഇതായിപ്പോൾ സൂക്കിൻ്റെ ഒരു എൻഡിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. അവിടെ ടോയ്സിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് കണ്ടു. പിന്നെ അല്ലുവിൻ്റെ സ്ഥിരം അടവ് അങ്ങോട്ട് എടുക്കാൻ തുടങ്ങി. അമ്മയ്ക്കെല്ലാം വാങ്ങി, എനിക്കൊന്നുമില്ല എന്നൊക്കെ പരാതിയൊക്കെ തുടങ്ങി. അങ്ങനെ കടയിൽ കയറി. ഈ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ പ്രയാസമാണ് കേട്ടോ വാങ്ങാനായിട്ട് കാത്തു നിൽക്കുന്നത്. കാരണം എല്ലാം ഇങ്ങനെ നോക്കി ഒടുവിൽ എന്തെങ്കിലും പീക്കിരി സാധനം വാങ്ങിക്കൊണ്ട് വരും. വീട്ടിലിരിക്കുന്ന സ്ലൈസ് തന്നെ വീണ്ടും എടുക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങളിങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നത്. ഇത് സൂക്കിൻ്റെ ഒരു എൻഡ് എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു പോർഷനാണ്. അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു സ്പേസാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മുകളിൽ ഫോർട്ടിൻ്റെ ഒരു സൈഡ് പോർഷൻ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ തറയിൽ ഒരു പ്രത്യേക ടൈപ്പ് ടൈൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടൈലാണോ എന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുള്ളൊരു ഫ്ലോർ മെറ്റീരിയലാണ്. പിന്നെ ഇവിടെ ഇരുന്ന് ശ്രമിക്കാനൊക്കെ ആയിട്ട് കുറച്ച് സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചധികം സീറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞു പൂച്ചക്കുട്ടിയെ കണ്ടുവല്ലോ. പിന്നെ അതിനെ കണ്ട സന്തോഷത്തിൽ തൊടാനായിട്ട് നിന്നു. എനിക്ക് തോന്നുന്നു എന്നെക്കാളും ചേട്ടനെക്കാളും അവൾക്ക് കൂടുതൽ പൂച്ചയോടും പട്ടികളോടും ഒക്കെയാണ്. അത്രയ്ക്ക് ഭ്രാന്താണ്. വഴിയിലൊക്കെ വലിയ പട്ടികളെ കണ്ടാൽ ഒരു പേടിയും ഇല്ലാതെ കൊഞ്ചിക്കാനായിട്ട് പോകും. ഇനി നമ്മൾ എന്തെങ്കിലും അതിനെ പറഞ്ഞാൽ പിന്നെ കരഞ്ഞുകൊണ്ടങ്ങ് പറയും, അതും ഒരു ജീവിയല്ലേ, അതിനൊരമ്മയില്ലേ, വീടില്ലേ എന്നൊക്കെ. ശരിക്കും ഞാൻ ആ സമയത്ത് ഉത്തരം കിട്ടാതെ അങ്ങ് സ്റ്റക്കായി നിന്ന് പോകും കേട്ടോ. പിന്നീട് അടുത്തൊരു ടോയ്സിൻ്റെ ഒക്കെ കട കണ്ടപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും എടുക്കുമെന്ന് പറഞ്ഞാണ് കയറിയത്. ഒരുപാട് പാവകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളുകൊണ്ട് അല്ലു ആഗ്രഹിച്ച ഒരു ലബൂബുവിൻ്റെ പാവ അവിടെ നിന്ന് അല്ലുവിന് സർപ്രൈസായിട്ട് കിട്ടി. ഭയങ്കര ഹാപ്പി ആയി കേട്ടോ ആൾ. ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. നാട്ടിലിതിന് അത്യാവശ്യം വില ഉണ്ടല്ലോ, പക്ഷേ അത് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇത് ഒരു 1 റിയാലിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഉച്ച മുതലേ നല്ല മഴക്കാറായിരുന്നു. ഇപ്പോൾ ചെറിയൊരു മഴ പെയ്ത് തോർന്നു. ഇനി ഒരു ചായ കുടിക്കാമെന്ന് കരുതി ഇവിടെ തന്നെയുള്ളൊരു കോഫി ഷോപ്പിലോട്ടേക്ക് വന്നേ. ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. സൂക്കിനകത്ത് അങ്ങനെ വലിയ ഹോട്ടലൊന്നും ഇല്ല. അതൊക്കെ കൂടുതലും റോഡ് സൈഡിലായിരിക്കും പുറത്ത്. തൽക്കാലം നമുക്കിതൊക്കെ ധാരാളം. പിന്നെ ഇതിനകത്ത് തന്നെ കാണുന്നൊരു പോലീസ് സ്റ്റേഷനാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ ഊതിൻ്റെയൊക്കെ മാത്രമായിട്ട് വലിയ കടകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടേക്കാണേ. ഇവിടെ ഇതിൻ്റെ മാത്രം കുറച്ച് ഏരിയ ആണ് കേട്ടോ. ഊതും പിന്നെ പല ഫ്ലേവറിലുള്ള പൊടികൾ, അത് പൊയ്ക്കാനുള്ള ചാർക്കോൾ, പിന്നെ അത് കത്തിക്കാനുള്ള പോട്ട്, അങ്ങനെ എല്ലാം ബൾക്കായിട്ടും അല്ലാതെയും നമുക്ക് ഇവിടുന്ന് മേടിക്കാമേ. ഈ പൊടിയും ഊതും എല്ലാം സെപ്പറേറ്റ് ആണ്. ഇതിൽ പറയുന്ന ആ പൊടി നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. അതായത് ഊതിൻ്റെ കൂടെ അതോടെ ഇട്ടാൽ കുറച്ചുകൂടെ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. ആ ഒരു മണം കുറേ നേരം ലാസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഇവർക്കൊന്നും മറ്റു ലാംഗ്വേജ് അത്ര വശമില്ല. അതായത് ഇവർക്ക് അറബ് ലാംഗ്വേജ് മാത്രമേ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അറിയുള്ളൂ. പക്ഷേ ഇയാൾ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളോട് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ ബോട്ടിലും വ്യത്യസ്തമായിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ. അതായത് ഇതെല്ലാം പല ടൈപ്പ് ഓഫ് ഫ്ലേവേഴ്സിലുള്ള ഊതിൻ്റെ ഒക്കെ പൊടികളാണ്. അതെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു അയാൾ. ശരിക്കും നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. കാരണം ഒരു മാർക്കറ്റിംഗ് ആ ഒരു രീതിയിൽ മാത്രമല്ലാതെ വളരെ നന്നായിട്ട് നമുക്കിതിനെക്കുറിച്ചൊക്കെ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നേ. കാരണം ഈ ഊതിൽ തന്നെ കുറേ ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഉണ്ട്. അതായത് പൊടി പോലെ പിന്നെ തൈലം പോലെ അങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് ഞങ്ങളിവിടെ വരുമ്പോഴാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്.
പിന്നെ ഈ ഊതിൻ്റെയൊക്കെ kg ആയിട്ടാണ് പാക്കറ്റിൽ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് പെർ kg ആയിട്ട് ഓരോ പാക്കറ്റിലാണ് അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഇതിൽ തന്നെ കഴിക്കുന്ന ടൈപ്പ് ഊതും ഉണ്ടെന്നാണ് അവർ കാണിച്ചു തന്നത് കേട്ടോ. അതായത് അതെന്തിനാണെന്ന് ചോദിച്ചാൽ കുറച്ച് നേരം നമ്മളിങ്ങനെ വായിലിട്ട് അതിനെ കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു രുചി എന്ന് പറയാൻ പറ്റില്ല. രുചിയുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു കയ്പും അല്ല മധുരവും അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ നമുക്ക് വായിക്കകത്തുള്ള അണുക്കളും സ്മെല്ലും ഒക്കെ മാറുമെന്നാണ് പറയുന്നത് അവർ. പിന്നെ അവിടെ തന്നെ നിറയെ പോട്ടുകളായിരുന്നു കേട്ടോ. ഇത് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള നിറയെ പോട്ടുകളുടെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ലൈനിൽ മുഴുവൻ നിറയെ കടകളാണ് കേട്ടോ. ഇതിൻ്റെ മാത്രം ഷോപ്പുകളാണ്. ഞാനിങ്ങനെ ഓരോന്നും ഷൂട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. ചിലർ കുഴപ്പമില്ല, അകത്തോട്ടൊക്കെ കയറാൻ പറഞ്ഞു. ചിലരാണെങ്കിൽ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ പോയ റൂട്ടല്ല, വേറൊരു വഴിയിലൂടെയാണ് തിരിച്ചു വരുന്നത്. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അങ്ങനെ കുറച്ച് നേരം നിന്ന് പോയത് കേട്ടോ. കുറേ ആഭരണ പെട്ടികളും ആൻറ്റിക് പാത്രങ്ങളും അങ്ങനെയൊക്കെ നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ അലാവുദ്ദീനും അത്ഭുത വിളക്കും സിനിമയിലൊക്കെയാണ് പണ്ട് കണ്ടിട്ടുള്ളത്. സ്വർണ്ണ കളറിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള പെട്ടികൾ, അങ്ങനെ എല്ലാം നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. ഒരു മ്യൂസിയത്തിൻ്റെ സ്റ്റൈലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ സൂക്കിന് പുറത്തോട്ട് ഇറങ്ങി. ഇത് തന്നെയാണ് ആദ്യം നമ്മൾ കയറിയ എൻട്രൻസും. ഈ എൻട്രൻസിൽ ഒരു കോട്ടയുടെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ ഭംഗിയിലായിട്ടാണ് ഇതവർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിനകത്തേക്ക് കയറാൻ പോകുന്നത്. അങ്ങനെ ഇതിനകത്തൂടെ മുകളിൽ കയറി നോക്കുമ്പോൾ സൂക്കും ഫോർട്ടും കടലും റോഡും ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റുമേ. കുറച്ച് പകുതി വരെ ഞാൻ കയറി, അകത്തോട്ട് കയറാൻ നിന്നില്ല. അവിടെ നിന്ന് നോക്കുമ്പോൾ കടലും കപ്പലും ഒക്കെ നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ കയറിയ സമയം കൊണ്ട് അവരങ്ങ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഇങ്ങനെ കുറച്ച് സ്പേസ് കടലിൻ്റെ ഒരു സൈഡിലായിട്ട് ഫുട്പാത്ത് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ ആളുകൾക്കൊക്കെ നിന്ന് കടലൊക്കെ ആസ്വദിക്കാനും പിന്നെ അതിൻ്റെ കൂടെ തന്നെ സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ അധികം തിരക്കുകളൊന്നും ഇല്ലാത്തൊരു പോർഷനാണ്. വർക്കിൻ്റെ ആയതുകൊണ്ടായിരിക്കാം ഇന്നിപ്പോൾ ഇവിടെ വലിയ തിരക്കുകളൊന്നും കാണാത്തത്. പിന്നെ ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ഫോർട്ടിൻ്റെ പോർഷൻ ഞാനിങ്ങനെ സൂം ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും അത് നല്ല ഉയരത്തിലാണ് കേട്ടോ ഈ ഫോർട്ട് ഇരിക്കുന്നത്. അതായത് മലകളുടെ മുകളിൽ ആയിട്ടാണ് ഫോർട്ട് വരുന്നത്. ഇപ്പോഴും വിസിറ്റേഴ്സ് അലൗഡ് ആയിട്ടുള്ള ഒരു പഴക്കമുള്ളൊരു ഫോർട്ടാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ എപ്പോൾ വരുമ്പോഴും ഈ ഷിപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതിവിടുത്തെ സുൽത്താൻ്റെ ഷിപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് മാത്രം ഉപയോഗിക്കുന്നതും ഇതെപ്പോഴും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതും. നമ്മൾ നിൽക്കുന്നതിൻ്റെ താഴെയായിട്ട് വെള്ളത്തിൽ ചെറുതും വലുതുമായിട്ട് മീനുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്തോ തേങ്ങയുടെയോ മറ്റോ എന്തോ കൊത്തി തിന്നുന്ന കാഴ്ചയാണ്. ഇവിടെ അധികം ആഴമില്ലാത്തത് കൊണ്ട് തെളിഞ്ഞ വെള്ളമായതുകൊണ്ടും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ഈ ഇൻട്രസ്റ്റിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.